എൻ്റെ പേര് സുമി മുഫാസ് എന്നാണ്. എന്നെ അറിയാമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഞാൻ പറയാം, വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ എൻ്റെ പേര് സുമി മുഫാസ് എന്നാണ്. ആദ്യം നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മുഫാസ് എന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മുഹമ്മദ് ബിലാൽ. മോളുടെ പേര് നെയ്ഹ ഫാത്തിമ, മോക്ക് 2 വയസ്സ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും നമ്മളെ മുഖം കാണുമ്പോഴൊക്കെ ചിലപ്പോൾ അറിയാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക. 1 വർഷത്തോളം ഒരു സാധാരണക്കാരിയായിട്ട്, ഒരു വീട്ടമ്മയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. അതായത് 1 കൊല്ലം മുന്നേ ഞാനൊരു ചാനൽ തുടങ്ങി. എല്ലാ സപ്പോർട്ടോടു കൂടി എൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഞാനൊരു 8 മാസത്തോളം എൻ്റെ ചാനലിൽ ഒരു വർക്കും അങ്ങനെ ചെയ്തില്ല. ചുമ്മാ അങ്ങനെ ചാനൽ തുടങ്ങി എന്നുള്ള അല്ലാണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ്, ഷോർട്സ് ഒന്നും അങ്ങനെയൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 4 മാസത്തോളമായിട്ട് ഞാനും ഇക്കയും നല്ല രീതിയിൽ ഞങ്ങളെ ഷോർട്സും വീഡിയോസും അതോടൊപ്പം ലൈവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങൾ ആ ചാനൽ ഇന്ന് മോണിറ്റൈസേഷൻ എന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തിച്ചു. അപ്പോൾ ഒരു സാധാരണക്കാരിയായ എനിക്ക് കഴിഞ്ഞു എങ്കിൽ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർ ഇഷ്ടംപോലെ നമ്മുടെ ഇവിടെ സമൂഹത്തിലുണ്ട്, അല്ലേ? ഒരു സ്മാർട്ട് ഫോൺ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും സമ്പാദിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. നമ്മൾ ചുമ്മാ നമ്മുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ മതിയോ? അത് പോരാ. എൻ്റെ ആഗ്രഹമാണ് നമുക്കും ഒരു 10 രൂപ ആയിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത് അത്രത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അല്ലേ? ഒരു 10 രൂപ നമ്മൾ മറ്റൊരാളെടുത്ത്, നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുന്നത് മറ്റൊരാളല്ല എങ്കിൽ കൂടി സ്വന്തമായിട്ട് നമ്മൾ ഏൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാൻ സാധിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നമുക്കൊരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളും ഒരു സോഷ്യൽ മീഡിയ രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഇറക്കും. കാരണം എന്നെ പോലെ നിങ്ങളും ഇനി സോഷ്യൽ മീഡിയ രംഗത്തിലേക്ക് വരിക. നമുക്ക് സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ മറ്റാരായിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ വന്നെന്ന് വരും. എൻ്റെ ലൈഫിലും എനിക്കും ഇക്കാനും ഒരുപാട് ഫേസ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ രംഗങ്ങളിലുണ്ട്. നിങ്ങൾ ഒട്ടും തന്നെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കോളൂ. വേറെ ഒന്നും നോക്കണ്ട. എന്ത് സപ്പോർട്ടാണെങ്കിലും ഞാൻ ഈ ഇത്രയും നാൾ കൊണ്ട് ഞാൻ എന്താണോ പഠിച്ച് മനസ്സിലാക്കിയത് അത് നിങ്ങൾക്കും കൂടെ പങ്കുവയ്ക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു തരുന്നു. അപ്പോൾ എന്നെ പോലെ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇനി മുതൽ സമ്പാദിക്കാനുള്ള നിമിഷങ്ങളാണ്. നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഞാൻ അതിற்கு മുന്നേ തയ്യാറാണ്. അപ്പോൾ റെഡി ആണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കാം, അല്ലേ? അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം ഒരു സ്മാർട്ട് ഫോൺ വേണം, അല്ലേ? മിക്ക വീടുകളിലും സ്മാർട്ട് ഫോൺ ഉണ്ടാവും, നെറ്റും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഈ കിട്ടുന്ന നെറ്റ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഇങ്ങനെ തോണ്ടും, കുറച്ച് നേരം ഫേസ്ബുക്ക് കാണും, കുറച്ച് നേരം ഏതെങ്കിലും റീൽസൊക്കെ കാണും, ചിലവർ ലൈവിലൊക്കെ പോകും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇനി അതിനോടൊപ്പം തന്നെ നമുക്കും കൂടെ സമ്പാദിക്കാനുള്ള ഒരു ഏർണിംഗ് പോയിന്റും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? നമുക്ക് വേണ്ട സമ്പാദ്യം നമ്മൾ വീട്ടിലെ പണികൾ മാത്രം നടന്ന് ഇങ്ങനെ അറിഞ്ഞുകൂടിയാൽ മതിയോ? എല്ലാവരും ഒന്ന് അറിയട്ടെന്നേ, നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് അറിയട്ടെ. ആദ്യം പല രീതിയിൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് വന്നു എന്ന് വരും. പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ഉള്ളിൽ നമ്മൾ ശരിയാണ് എന്ന് തോന്നുന്നത്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശരിയാണ് ചെയ്യുന്ന കാര്യം എന്നുള്ള മാത്രം ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണം. നമുക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമുക്ക് ഏൺ ചെയ്യുക. അത് നല്ല രീതിയിൽ സമൂഹത്തിൽ എത്രത്തോളം മാന്യമായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ നോക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ,
ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കോമഡിയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് എങ്ങനെ ഇടും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, നമ്മുടെ സാധാ ഒരു അടുക്കളയാണല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇപ്പോഴേ ഉണ്ടെങ്കിൽ അത് പാടെ അങ്ങ് മാറ്റിക്കോ കേട്ടോ. ആ ഒരു ചിന്ത എന്നും വേണ്ട. നമ്മൾ എന്താണോ, നമുക്കുള്ളത് എന്താണോ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ഷോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് യൂട്യൂബേഴ്സിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാനിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക്, ഇതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കുക്കിംഗ് സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ, നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിൻ്റെ കുറച്ച് വ്ളോഗ്സ്, അങ്ങനെയൊക്കെയുള്ള ഓരോ വീഡിയോസും ഓരോ ഷോർട്സും നമ്മൾ യൂട്യൂബിലൂടെ ഇട്ടാൽ മതി. അതിനോടൊപ്പം നമുക്കൊരു ഇത്ര ടാർഗറ്റ് സബ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈവ് ഇടാനൊക്കെ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് സബും കാര്യങ്ങളും കിട്ടും. അതിനേക്കാൾ ഉപരി നമുക്ക് വീഡിയോസും നമ്മുടെ ലൈവുമാണ് നമ്മുടെ വാച്ച് അവർ കൂട്ടാനുള്ളത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവർ എത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 1000 സബും 4000 വാച്ച് അവറും ആയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്നൊരു കടമ്പ കടക്കാൻ പറ്റുള്ളൂ. 3000 വാച്ച് അവറും 500 സബും ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണി എന്നൊരു ഘട്ടം കടന്നു കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്തവരൊക്കെ ഇനി നമ്മൾ ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു യൂട്യൂബായി നിങ്ങളൊരു ചാനൽ ഉണ്ടാക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ ഷോർട്സും ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾ ഇട്ട് പോവുക. നമുക്കൊരു മിനിമം ഒരു 100 സബൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ലൈവ് ഇടാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കുള്ള ഓരോ സംശയങ്ങളും, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ടെക്കുകാർ നമുക്ക് തരുന്നുണ്ട്. യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ വേണമെങ്കിലും നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തരും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വേറൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഏതെങ്കിലും ടെക്ക് ഇങ്ങനെ എടുക്കും, ഞാനത് നോക്കും. പക്ഷെ അവസാനം എത്തുമ്പോൾ ഉണ്ടല്ലോ എനിക്കൊന്നും മനസ്സിലാവില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഒരു നമ്മൾ ഈ ഫീൽഡിലല്ലല്ലോ, നമ്മളത് പുതുതായിട്ട് വരുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പം ഞാൻ ഈ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിയ ടൈമിലൊക്കെ ഇനി എന്ത് ചെയ്യുമെങ്കിലും ഞാൻ അങ്ങനെ ഓരോ ചാനൽ ടെക്കാരെയൊക്കെ വീഡിയോസ് കണ്ട് ഓരോന്നും നോക്കി പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു സാധാരണക്കാർക്ക്, അതായത് ഞാൻ കടന്നു വന്ന ആ ഒരു ഘട്ടം, ഇപ്പം ലൈവിൽ എങ്ങനെ കയറും, നമ്മൾ യൂട്യൂബിൽ നമ്മൾ ലൈവ് എങ്ങനെ ഇടും, അയ്യോ നമ്മൾ ലൈവ് ഇടുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, ആരെങ്കിലും വേറെ ഭാഷയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും, ആരെങ്കിലും മോശം പറഞ്ഞാൽ നമ്മൾ അവിടെ ഇന്ന് കരയേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരുന്നു. അപ്പം അതിനെ സംബന്ധിക്കുന്നതും നമ്മൾ എങ്ങനെ ഒരു ലൈവ് ഇടണം എന്നുള്ളതും ഒരു സാധാരണക്കാർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അത് ലൈവ് എങ്ങനെ ഇടാൻ പറ്റും, ഒരു തമ്പനയിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതൊക്കെ ഞാൻ എങ്ങനെയാണോ പഠിച്ചെടുത്തത് അത് എൻ്റെ വരും വീഡിയോകളിലൂടെ നിങ്ങളെ ഞാൻ അറിയിക്കും. അപ്പം നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ അറിയേണ്ടത് അതെനിക്ക് അറിയാവുന്ന ആണെങ്കിൽ, ഞാനൊരു സാധാ ഒരാളാണ്, എനിക്ക് യൂട്യൂബിൻ്റെ ഒരു മോണിറ്റൈസേഷൻ ആയി എന്നുള്ള അല്ലാണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ടെക്കായിട്ട് പറയാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷെ എങ്കിലും ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ സാധാരണ ഒരു താഴ്ന്ന ലെവലിൽ നിന്ന് എങ്ങനെ പഠിച്ചോ ആ ഒരു മെത്തേഡിൽ എനിക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറേ പേർക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ ലൈവിൽ വന്ന് എൻ്റെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ എൻ്റെ ഇതൊക്കെ ചോദിച്ച് അത് മെസ്സേജ് കമൻറ്റിലൂടെ എങ്ങനെയൊക്കെയോ ID കിട്ടി, ഇൻസ്റ്റയൊക്കെ കിട്ടി, അതിലൂടെ വന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എങ്ങനെ സുമി ലൈവ് ഇടുന്നത് ഒന്ന് പഠിപ്പിച്ച് തരാമോ, എനിക്ക് പേടിയാണ്, അങ്ങനെ കുറേ പേര്, ഒരു 3-4 എൻ്റെ അറിവിൽ കുറച്ച് പേര്. അപ്പം ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ ചിന്തിക്കുകയാണ്, അപ്പം എന്തുകൊണ്ട് എനിക്കത് ഇങ്ങനെ എന്നെ പോലെ ഇങ്ങനെ സാധാരണ ഞാൻ അന്ന് ആ ലൈവ് ഇടാനായിട്ട് എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതായത് ആ ഒരു കടമ്പ, അത് ആ ഒരു സിറ്റുവേഷൻ ഇന്ന് പല യൂട്യൂബേഴ്സും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ നമ്മൾ കയറും, ആ യൂട്യൂബ് ലൈവിലോട്ട് എങ്ങനെ നമ്മൾ കയറും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ യൂട്യൂബേഴ്സായ തുടക്കക്കാർക്ക് ഒരുപാട് പേർക്കുണ്ട്. അപ്പം അങ്ങനെ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സും സാധാരണക്കാരായ വീട്ടമ്മമാർ
എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സുമി മുബാസ് ടേസ്റ്റി കിച്ചൺ എന്ന ഈ ഒരു ഘട്ടം എത്തിയത് വരെയുള്ള ഞാൻ പഠിച്ച പഠനങ്ങൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പല വീഡിയോകൾ വഴി പ്രസന്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ലൈവ് ഇടുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എങ്ങനെയാണ് എന്താണോ അറിയേണ്ടത് അതൊന്ന് പറയുക. അത് നമുക്ക് ഞാൻ അടുത്ത വരും ദിവസങ്ങളിൽ അത് വീഡിയോ ആയിട്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ അത് പറഞ്ഞു തരും. അതല്ല പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ധൈര്യത്തോടുകൂടി നല്ല ഉഷാറോടുകൂടി മുന്നോട്ട് വരിക. ഒന്നും അപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിക്കണ്ട. നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയുക, വീട്ടുകാർക്കൊക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ആരും വലിയ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലൊരു കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല, അതിനെന്താണ് നീ ചെയ്യൂ എന്ന ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അപ്പം ആ ഒരു സപ്പോർട്ടൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ പോരും കേട്ടോ. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാന്നേ. എന്തായാലും നമ്മളിങ്ങനെ പോവല്ലേ, നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് പോവാം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്തു തരാം. അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണികളും നമ്മുടെ ഈ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിൽ എത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം ഒരു 4 മാസം കൊണ്ട് ഞാനും എൻ്റെ ഇക്കയും കൂടെ ഹാർഡ് വർക്ക് ചെയ്തെടുത്ത ആ ഒരു സന്തോഷം മോണിറ്റൈസേഷനായി ഞങ്ങളുടെ ചാനൽ എന്നുള്ളൊരു വിവരം എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു സന്തോഷം എൻ്റെ എല്ലാ വ്യൂസിനോടും പറയുകയാണ്. അതോടൊപ്പം ഓരോ വ്യക്തികളോടും ഞാനും എൻ്റെ ഇക്കയും എൻ്റെ ഫാമിലിയും ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾ ഓരോ വ്യക്തികളുടെയും സപ്പോർട്ടാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഈ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിലെങ്കിലും നമ്മുടെ ചാനലായിട്ട് നമുക്ക് കയറി നിൽക്കാൻ പറ്റിയത് അല്ലേ. അപ്പോൾ അതിന് ഒരുപാട് നന്ദി എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ ഇതുവരെ എത്തിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. അതൊക്കെ എനിക്കറിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ടെക്കുകാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് മുന്നേറാന്നേ. നമ്മളിപ്പോൾ ഒന്നും വലിയ സംഭവങ്ങളൊന്നും ആയിട്ടല്ലല്ലോ നിൽക്കുന്നത്. സാധാരണക്കാരായ ഒരു വീട്ടമ്മയാണ് ഞാനും. നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളൊന്ന് സ്റ്റേൺ ആയിട്ട് ഇങ്ങ് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് മുന്നേറാം കേട്ടോ. അപ്പോൾ ഒരു ചാനൽ തുടങ്ങാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ചാനൽ അങ്ങ് തുടങ്ങുക. ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പുറകേ അങ്ങ് പോരാ കേട്ടോ. അതുപോലെ ചാനലായി നിൽക്കുന്നവരാണെങ്കിൽ ബാക്കി ലൈവിൽ കയറാനും കാര്യം വാച്ച് അവർക്ക് എത്തിക്കേണ്ടേ നമുക്ക്. അപ്പോൾ വീഡിയോസും ലൈവൊക്കെ നന്നായിട്ട് ഇട്ടാലേ നമുക്ക് വാച്ച് അവർക്ക് 1 ഇയർ കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടുന്ന സപ്പോർട്ടിന് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മുന്നേറാം. ഓക്കെ, അപ്പം എല്ലാവരും മറന്നു പോണ്ട. സുമി മുബാസ് ടേസ്റ്റി കിച്ചൺ എന്ന ചാനൽ ലൈക്ക് അടിക്കുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം പ്രചോദനമായി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എനിക്ക് ഒരു വ്യക്തിയെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും, ആണായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ, ഒരു വ്യക്തിക്കെങ്കിലും പ്രചോദനമായി എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഉഷാറായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മളിങ്ങനെ ചടച്ചു കൂടിയെന്നിരുന്നാൽ പോലെ നമ്മൾ മുന്നോട്ട് വരിക. നിങ്ങളെല്ലാവരും മുന്നോട്ട് വരും. നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ. നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതും എന്തല്ല പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്നും എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുമി മുബാസ് ടേസ്റ്റി കിച്ചൺ എന്ന ഈ ചാനലിൻ്റെ എല്ലാവിധ ദുആകളും എല്ലാം ഉണ്ടാകും. തിരിച്ച് ഞങ്ങൾക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും തരിക. അപ്പോൾ എൻ്റെ ലൈവ് ഫിക്സഡ് ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി 9:30-ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ടൈം എൻ്റെ ലൈവിലും കൂടെ വന്നൊന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വരും വീഡിയോകളിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു, നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.